ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് നിർവഹിക്കുവാനുള്ള ഒന്നാമത്തെയും ഒടുക്കത്തെയും ജിഹാദ് ഇസ്ലാമിക പ്രബോധനം മാത്രമാണ്, വേറൊന്നുമില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, പ്രവാചക തിരുമേനിയുടെ കാലത്ത് ബദർ ഉണ്ടായിരുന്നു, ഉഹദ് ഉണ്ടായിരുന്നു, ഖന്തക് ഉണ്ടായിരുന്നു പറയുന്നുണ്ടല്ലോ, ജിഹാദാണത്. എന്നാൽ നമസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കുന്ന ഒരൊറ്റ സ്വഹാബിയും പ്രവാചകരോട് വന്നിട്ട് പ്രവാചകരെ ഞാൻ നമസ്കരിക്കട്ടെയോ എന്ന് അനുവാദം ചോദിച്ചില്ല. എന്നാൽ സായുധ ജിഹാദിന്റെ മഹത്വം മനസ്സിലാക്കിയിരിക്കുന്ന ഓരോ സ്വഹാബികളും പ്രവാചകർ അരികിൽ വന്നുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കട്ടെയോ എന്ന് അനുവാദം ചോദിക്കുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? നമസ്കാരവും സക്കാത്തും നോമ്പുമൊക്കെ ഓരോ മുസൽമാന്റെയും വ്യക്തിപരമായ ബാധ്യതയാണ്. പക്ഷെ യുദ്ധം പോലെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ രാഷ്ട്രത്തിന്റെ ബാധ്യതയാണ്. ആ രാഷ്ട്രത്തിന്റെ സൈന്യത്തിൽ അംഗമാവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ സായുധ ജിഹാദ് നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫയാണ്, പ്രവാചകരുടെ മരുമകനാണ്. പക്ഷേ ആ മഹാനവറുകൾ കൊല്ലപ്പെട്ടതിന്റെ അടിസ്ഥാന കാരണം എന്തായിരുന്നു? അദ്ദേഹത്തിന് നേരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ മുഖ്യ സ്ഥാനത്തുള്ളത് എന്താ? അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നതായിരുന്നു. എന്താ പങ്കെടുക്കാതിരിക്കാൻ കാരണം? അല്ലാഹുവിന്റെ റസൂൽ, ആ രാജ്യത്തിന്റെ ഭരണാധികാരി, ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട സൈന്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചേർത്തില്ല, അനുവാദം കൊടുത്തില്ല. ചില ആളുകൾ പ്രവാചകരോട് ചോദിച്ചു പങ്കെടുക്കട്ടെ, പ്രവാചകർ തിരിച്ചു വെച്ചെന്താ? വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കളുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂലിന്റെ പ്രതികരണം, നിന്റെ ജിഹാദ് അവിടെയാണ് വേണ്ടത്. അതിനർത്ഥം ഉപ്പാനി ഉമ്മാനൊക്കെ വെട്ടിക്കൊള്ളുന്നതാണോ? അല്ലല്ലോ. മറിച്ച് യുദ്ധക്കളത്തിൽ ശത്രുപക്ഷത്തെ വെട്ടി മുറിവേൽപ്പിക്കുന്നതിന്, കൊല്ലുന്നതിനേക്കാൾ, അവരിൽ നിന്ന് വെട്ടേറ്റ് മരിക്കുന്നതിനേക്കാൾ പ്രയാസകരമാണ് യാതൊരു നന്മയും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാനില്ലാത്ത അത്രയും വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കുക എന്നുള്ളത്. അതൊരു വലിയ ജിഹാദാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, നിന്റെ ജിഹാദ് വീട്ടിലാവട്ടെ എന്ന്. ഞാൻ സൂചിപ്പിച്ചത്, ഏതൊരു രാജ്യത്തും യുദ്ധം നിർവഹിക്കണമെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ടത് രാജ്യത്തെ മുഴുവൻ പൗരന്മാരുമല്ല, മറിച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സൈന്യമാണ്. ആ സൈന്യത്തിലേക്ക് പ്രവാചകന്റെ കാലത്തുള്ള റിക്രൂട്ട്മെന്റിന്റെ സ്വഭാവം എന്താ? യുദ്ധത്തിന്റെ മുന്നോടിയായി പ്രവാചക തിരുമേനി യുദ്ധത്തിന് പോകാൻ ആളുകൾ ആഹ്വാനം ചെയ്യും. ആളുകൾ വന്ന് അനുവാദം ചോദിക്കും. പ്രവാചകർ അനുവദിക്കുന്നവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാവും. ഇത് എല്ലാ രാജ്യത്തെയും അവസ്ഥയാണ്. ഇന്ത്യ രാജ്യത്ത് റിക്രൂട്ട്മെന്റ് ഇല്ലേ? ഇന്ത്യ രാജ്യത്ത് സൈനിക റിക്രൂട്ട്മെന്റ് ഉണ്ട്. എല്ലാവരും വിജയിക്കില്ല. വിജയിക്കുന്നവർക്ക് സൈന്യത്തിൽ അംഗമാകാം. യുദ്ധം ചെയ്യേണ്ടത് അവരാണ്. ഇപ്പോ വാജ്പേയിയുടെ കാലഘട്ടത്തിൽ കാർഗിൽ യുദ്ധം നടന്നുവല്ലോ. ഞാനും ഇന്ത്യൻ പൗരനാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? ഇല്ല. രാജ്യത്തെ സൈന്യത്തിൽ അംഗമാവണം. അതൊരു പൊതു നിയമമാണ്. അതൊരു പൊതു നിയമമാണ്. എങ്കിൽ ആ സൈന്യത്തിൽ അംഗമാകുന്ന ആളുകൾ രാഷ്ട്രത്തിന് വേണ്ടി, രാഷ്ട്രത്തിന്റെ ഭാഗമായി നിർവഹിക്കേണ്ടുന്ന സായുധ ജിഹാദിനെ വ്യക്തിപരമായ ബാധ്യതയായി ഏറ്റെടുത്ത് മെഴുകുതിരിവട്ടത്തിൽ പഠിപ്പിക്കപ്പെടുന്ന ഖുർആന്റെ ശകലങ്ങൾ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന തീവ്രവാദി പ്രസ്ഥാനങ്ങൾ, അവർ ഈ സമൂഹത്തെ ആത്മഹത്യയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മതമല്ല, ജിഹാദുമല്ല. അതുപോലെ തന്നെ ഒരു രാജ്യം, അവർക്ക് ശത്രു രാജ്യങ്ങൾ ഉണ്ടാവാം, ശത്രു സമൂഹങ്ങൾ ഉണ്ടാവാം. സ്വാഭാവികമായി അവരുടെ സൈന്യത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുവാൻ ചിലപ്പോഴൊക്കെ സൈനിക പ്രകടനങ്ങൾ, അഭ്യാസങ്ങൾ വേണ്ടിവരും. നമ്മുടെ രാജ്യത്തുണ്ട്. റിപ്പബ്ലിക് ദിനത്തിൽ, സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ ഉത്തരവാദപ്പെട്ട രാഷ്ട്ര നേതാക്കന്മാർ, രാഷ്ട്രനായകന്മാർ സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കാറുണ്ട്. എന്തിനാണത്? എന്തിനാ? ഇവരൊക്കെ നല്ല വ്യായാമമുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്താനാ. ഒരു വ്യായാമം ചെയ്യാത്തവരായിരിക്കും മിക്കവാറും രാഷ്ട്രീയ നേതാക്കന്മാർ. ഒരു വ്യായാമം ഉണ്ടാവില്ല, അധര വ്യായാമല്ലാതെ. അവരാണ് ഇവിടെയുള്ള പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒക്കെ ആ ബലം പരിശോധിക്കുന്നത്. എന്തിനാണത്? ആ ബലം ഒന്നറിയാൻ വേണ്ടിയല്ല, ഇവരെ കുംഭപുരത്തിലുണ്ടോ നോക്കാനല്ല, ഇവർ ഉഷാറാണോ നോക്കാനല്ല. പിന്നെ അപ്പുറത്ത് ശത്രു രാജ്യങ്ങളുണ്ട്, ശത്രു സമൂഹങ്ങളുണ്ട്. അവർക്കുള്ള മുന്നറിയിപ്പാണത്. കരുതിക്കോളൂ, രാജ്യം അത്ര മോശമൊന്നുമല്ല, നമ്മുടെ സൈന്യം തരക്കേടില്ലാത്തൊരു വിഭാഗമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ. അതാണ് പരേഡ്. ഇവിടെ ഫ്രീഡം പരേഡ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആലോചിക്കുക, അത് നിർവഹിക്കാൻ അധികാരമുള്ളത് രാഷ്ട്രത്തിനാണ്, രാജ്യത്തിന്റെ ഭരണാധികാരിക്കാണ്, അവർ നിശ്ചയിക്കുന്ന സൈന്യത്തിനാണ്. എന്നല്ലാതെ ഓരോ വ്യക്തികൾക്കും കുറച്ചാൾക്കാർക്ക് സംഘടിച്ചിട്ട് സ്വയം പ്രഖ്യാപിക്കാവുന്ന സംഗതിയല്ല ഈ പരേഡുകൾ. അത് മതമല്ല, രാഷ്ട്രമല്ല. തിരിച്ചു അങ്ങനെ തന്നെയാ. മറ്റൊരു രാഷ്ട്രത്തിന്റെ നേതാവ്, രാഷ്ട്രത്തലവൻ ഈ രാജ്യം സന്ദർശിക്കുമ്പോൾ എന്താ ചെയ്യാ? അവരുടെ മുമ്പിൽ ഉണ്ടാവും സൈന്യത്തിന്റെ ഒരു ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കൽ. എന്തിനാണത്?
എന്തിനാ? അത് അവർക്കറിയാം, സ്വീകരിക്കലല്ലാതെ. പിന്നെ നിങ്ങളിവിടെ വന്ന് സമാധാനപരമായിട്ടാണ്. സമാധാനപരമായി നമ്മുടെ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഇവിടെയുള്ള എല്ലാ പ്രദേശവും നിങ്ങൾക്ക് സന്ദർശിക്കാം, അതിനൊക്കെ അവസരമുണ്ട്. പക്ഷേ തിരിച്ചു പോയിട്ട് അവിടെ പോയി വല്ലതും തിരിഞ്ഞു കുത്തണമെന്ന ആലോചനയുണ്ടെങ്കിൽ കരുതിക്കോളൂ, ഞങ്ങളെ സൈന്യത്ര മോശമല്ല അത് ബോധ്യപ്പെടുത്താനേ. അതിനാണ് പരേഡുകൾ. അത് ഇവിടെയുള്ള 4 കുട്ടികൾ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച് ഏതെങ്കിലും ഗ്രൗണ്ടിൽ തങ്ങളുടെ മാതാപിതാക്കളെ സാക്ഷി നിർത്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയാൽ, ഒരു ചവിട്ട് നാടകം കളിച്ചാൽ അത് ഇസ്ലാമല്ല, രാഷ്ട്രവുമല്ല. അത് പറയാൻ ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾക്ക് സാധിക്കണം. എങ്കിലേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുന്നു. സഹോദരന്മാരെ, കണ്ണൂരിലെ ഫയാസിന്റെയും പരപ്പനങ്ങാടിലെ അബ്ദുറഹീമിന്റെയും മാതാപിതാക്കൾ ഈ രാജ്യത്തിന് സന്ദേശം നൽകിയിട്ടുണ്ട്. കാശ്മീരിൽ അവർ വെടിയേറ്റ് മരിച്ചു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ, അവർ ഭീകരവാദികളാണെങ്കിൽ, അവർ തീവ്രവാദികളാണെങ്കിൽ, അവർ വർഗീയവാദികളാണെങ്കിൽ, ആ മക്കളുടെ മുഖം അവസാനമായൊരു നോക്ക് എനിക്ക് കാണേണ്ടതില്ല എന്ന് പറയാൻ ഫയാസിന്റെയും അബ്ദുറഹീമിന്റെയും മാതാപിതാക്കൾക്ക് സാധിച്ചിരിക്കുന്നുവെങ്കിൽ അത് ഇന്ത്യൻ മുസൽമാന്റെ ശബ്ദമാണ്, ഇന്ത്യൻ മതേതരത്വത്തിന്റെ ശബ്ദമാണ്. ഈ രാജ്യത്തെ മദ്രസകൾ പഠിപ്പിച്ച മതേതരത്വത്തിന്റെ ശബ്ദം. അങ്ങനെ പ്രശ്നമുണ്ടല്ലോ, ഭരണാധികാരികൾ പറയുകയാണ് മതപഠനമാണ് പ്രശ്നം, മതപഠനമാണ് പ്രശ്നം. അത് പറയുന്ന ഭരണാധികാരികൾക്ക് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് എങ്കിൽ അവർക്ക് ചെയ്യാവുന്ന സംഗതിയുണ്ട്. കേരളത്തിൽ 3 or 4 സംഘടനകളാണ് മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്തക്കാർക്ക് കുറെ മദ്രസകളുണ്ട്, മുജാഹിദുകൾക്ക് കുറെ മദ്രസകളുണ്ട്, അതുപോലെ പല പ്രസ്ഥാനങ്ങൾക്ക് കുറച്ച് മദ്രസകളുണ്ട്. അവക്കൊക്കെ സിലബസ് ഉണ്ട്, ഒരു സെറ്റ് ബുക്ക്. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാമല്ലോ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്ന മത തീവ്രവാദം എന്താണ് എന്ന്. പക്ഷെ അതിനു പകരം കാടടച്ച് വെടിവെക്കുന്ന ഏർപ്പാട്, എവിടെയെല്ലാം ഒരു വടി കിട്ടുമോ അപ്പോഴെല്ലാം മുസ്ലിങ്ങളെ അടിക്കണമെന്ന ആ ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ് എങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പ്രതീകമായി, മതേതര മുസ്ലിങ്ങളുടെ പ്രതീകമായി, ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ പ്രതീകമായി ഫയാസിന്റെയും അബ്ദുറഹീമിന്റെയും ഉമ്മമാർക്ക് അത് പ്രഖ്യാപിക്കുവാൻ സാധിച്ചുവെങ്കിൽ ഈ രാജ്യത്തെ ഹൈന്ദവ അമ്മമാർക്ക്, ക്രൈസ്തവ അമ്മമാർക്ക്, അതുപോലെ ഇനിയും ബാക്കി നിൽക്കുന്ന മുസ്ലിം ഉമ്മമാർക്ക് ഈ കാര്യം ഉറക്കെ പ്രഖ്യാപിക്കുവാൻ സാധിക്കുന്ന ഒരു നല്ല നാളെ ഉണ്ടാവണം. അതാണ് നാം ലക്ഷ്യം വെക്കുന്നത്. സമാധാനമുള്ള, സൗഹാർദ്ദമുള്ള, സ്നേഹമുള്ള, പരസ്പര വിശ്വാസമുള്ള ഒരു ജീവിതം ഈ നാട്ടിലുണ്ടാവാൻ മതവിശ്വാസികൾ ഉണരണം. മതം തീവ്രവാദത്തിനും വർഗീയവാദത്തിനും എതിരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഭീകരതയെ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും തള്ളിക്കളയുവാനും ഓരോരുത്തർക്കും സാധിക്കേണ്ടതുപോലെ തന്നെ വേട്ടയാടപ്പെടുന്ന സമുദായത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇനിയും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ലാത്ത ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളെ അതിലേക്ക് വലിച്ചഴക്കുന്നത് ശ്രദ്ധിക്കണമെന്ന് ഉത്തരവാദപ്പെട്ട ആളുകളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുവാൻ മുസ്ലിങ്ങൾക്കും ഇതര മതസ്ഥർക്കും സാധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്